വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. വലിയ സാധനങ്ങളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല, വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി. അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും, ചൂട് ചായയുടെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്ര എളുപ്പമായിരുന്നു ഉണ്ടാക്കാനെന്ന്. അപ്പോൾ ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതായത് പുറം ഭാഗം എല്ലാം നല്ലപോലെ മൊരിഞ്ഞിട്ടും അകംഭാഗം നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതാ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ നമ്മൾ സാമ്പാറിനെല്ലാം മുറിക്കുന്ന പോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചിട്ടൊന്നുമില്ല, പച്ചയ്ക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവറിയാനായിട്ട് ഒരു മെഷറിംഗ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മെഷറിംഗ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഇതെന്തോരം ഉണ്ടെന്ന് നോക്കാം. അതിനനുസരിച്ചിട്ട് വേണം ബാക്കി സാധനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ മെഷറിംഗ് കപ്പിലേക്ക് ഇട്ടപ്പം ഇതിലൊരു കപ്പ് ഫുള്ളായിട്ട് ഈ ഉരുളക്കിഴങ്ങുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നൊന്നുമില്ല, പച്ചയ്ക്ക് തന്നെയാണ്. ഞാനിതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം എടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം അധികം വേണ്ട, ഒരു 1/4 കപ്പ് മാത്രം മതി. ആ സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾക്ക് നല്ല സോഫ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും കട്ടയും തരിയും ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ സെയിം കപ്പിൽ തന്നെ വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയും തരിയും ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് അതുപോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്ന നേരത്തെ എടുത്ത അതേ കപ്പിൽ തന്നെ നിങ്ങൾ ഏത് ചോറാണോ ഉപയോഗിക്കുന്നത് ആ ചോറ് 1 കപ്പ് എടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ 1 കപ്പാണ് എടുത്തത്, അതുപോലെ തന്നെ ഒരു കപ്പ് അളവിൽ ചോറും എടുക്കുക. നിങ്ങൾ ഏത് ചോറാണോ വയ്ക്കുന്നത് അത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ കുത്തരി ചോറാണ് വയ്ക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുത്തരി ചോറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അരി ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുത്തരിച്ചോറ് അതേ സെയിം അളവിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുകൂടെ ഒന്ന് അരച്ചെടുക്കണം. ഈ അരി കൂടെ ചോറുകൂടെ ചേർത്തിട്ട് അരയ്ക്കുമ്പം വല്ലാതെ മയമായിട്ട് അരയ്ക്കണ്ട, കുറച്ച് തരിയായിട്ട് അരച്ച് എടുത്താലും മതി, വല്ലാതെ കുഴഞ്ഞു പോകണ്ട. ഇപ്പോൾ ഈ അരച്ചെടുത്ത മിക്സ് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിക്കാണ് ഇരിക്കുന്നത്. നമ്മൾ ആ 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിരുന്നേ ഉള്ളൂ. ഇനി ഇതേപോലെ ഇത്രയും അളവിലൊരു ക്യാരറ്റ് എടുത്തിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പുണ്ട്. ആ സെയിം കപ്പിൽ തന്നെ അതൊരു 1/4 കപ്പോളം ഉണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു 1/4 കപ്പോളം സവാള ആണ്, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1/4 കപ്പ് മാത്രമേ ഉള്ളൂ. സവാള വളരെ കുറച്ച് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 3 പച്ചമുളകും കൂടിയും ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം വേണം നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് അല്ലെങ്കിലും കുറേ സമയം മിക്സ് ചെയ്തിട്ടിരുന്നാൽ ഉപ്പിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പം അതിൻ്റെ കൺസിസ്റ്റൻസി മാറി വെള്ളം ചിലപ്പോൾ കുറച്ച് കൂടിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊരു വിസ്ക് വെച്ചിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്യാണ്. കായപ്പൊടിയും ഉപ്പും എല്ലായിടത്തും ആകാൻ പാകത്തിന് ശരിക്കൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം. ശരിക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിതിലേക്ക് അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒരു മൈദ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദയുടെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുമ്പം ശരിക്കൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. മാവ് ശരിക്കൊന്ന് നല്ലപോലെ ഒന്ന് പതഞ്ഞ പോലെ ആയി വരണം. അപ്പോൾ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പലഹാരം. നല്ല പുറമേ നല്ല മൊരിഞ്ഞിട്ടും അകഭാഗം നല്ലപോലെ സോഫ്റ്റായിട്ടും ഇരിക്കും. അതിന് ശേഷം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ലാസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വല്ലാതെ അങ്ങനെ മിക്സ് ചെയ്യില്ല. അപ്പോൾ മല്ലിയില മാവിലേക്ക് വല്ലാതെ അങ്ങ് ഇറങ്ങിപ്പോകും.
പോകും. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പം മല്ലിയില എല്ലാം അതിൻ്റെ പലഹാരത്തിൻ്റെ ഉള്ളിൽ പോവും, പുറത്തേക്ക് ഭംഗിയായിട്ട് കാണാൻ പാകത്തിനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മല്ലിയില ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാൻ കയ്യിൽ നിന്ന് ചുമ്മാ പിച്ചി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ മാവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ചുമ്മാ അങ്ങനെ പിച്ചി മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പതയെല്ലാം മാറിയിട്ട് ശരിക്കും പലഹാരം തെളിഞ്ഞ് വരും. എണ്ണയിൽ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം അത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ശരിക്കും നല്ലപോലെ പതഞ്ഞിട്ടിരിക്കുകയാണ്. വെള്ളമയം ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ പതയുന്നത്. അപ്പോൾ ഈ വെള്ളമയം എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പം ആ പത മാറിയിട്ട് അത് ശരിക്ക് പലഹാരം എണ്ണയിൽ ശരിക്ക് തെളിഞ്ഞ് വരും. ആ സമയത്ത് മാത്രമേ ഇത് നമ്മൾ തവി വെച്ചിട്ട് ഇളക്കാമുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും ശരിക്കും ചെറുതായിട്ട് ഇങ്ങനെ പതയുണ്ട്. ഇപ്പോൾ പതയെല്ലാം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പത കുറഞ്ഞു തുടങ്ങിയിട്ട് ചെറുതായിട്ട് അങ്ങനെ പലഹാരം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് അതുപോലെ ഇങ്ങനെ അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡും നല്ലപോലെ മുരിച്ചിട്ട് ഒന്ന് എടുക്കുക. പുറം ഭാഗം എല്ലാം നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ അകംഭാഗം നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ഞാൻ അതുപോലെ ഇങ്ങനെ കോരിയെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ നല്ലപോലെ അത് ബീറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കാതെ ഇരിക്കും പലഹാരം. ഇപ്പോൾ അതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ഇവിടെ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളെല്ലാം നല്ലപോലെ പഞ്ഞി പോലെയും ഇരിക്കുന്ന ഒരു പലഹാരമാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ സെറ്റും നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പതയുന്ന എണ്ണയെല്ലാം ശരിക്കൊന്ന് പതയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമുള്ളൂ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റും കൂടെയും ശരിക്കൊന്ന് ആകാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റെസിപ്പി. പെട്ടെന്ന് ചായയുടെ കൂടെ എന്തെങ്കിലും പലഹാരം കഴിക്കണം എന്ന് തോന്നിയാൽ നമ്മൾക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. രണ്ടാമത്തെ സെറ്റും ഞാനിവിടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പതയെല്ലാം പോയി കഴിഞ്ഞപ്പം അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതും കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നല്ല എളുപ്പമാണ്. ചൂട് ചായയുടെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാലോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പലഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയുടെ റെസിപ്പി ഒക്കെ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും. താങ്ക്